മൈ ഫ്രണ്ട്സ്, സമയം എല്ലാവരും നല്ല ഉഷാറാണല്ലോ. എന്തായാലും നമ്മുടെ ഇതുവരെയുള്ള വീഡിയോകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പല തരത്തിലുള്ള നല്ല കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ വീഡിയോയിലും കാണുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയായിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. മറ്റൊന്നുമില്ല, ഒരല്പം മുളകും അതായത് പച്ചമുളകും അതോടൊപ്പം തന്നെ ഒരല്പം പുളിയും കൂടെ. സാധാരണ വാളംപുളി നമ്മൾ പറയുമ്പോൾ വായിലിങ്ങനെ വെള്ളം വരുന്നില്ല, ഇങ്ങനെ വാളംപുളി എന്ന് പറയുമ്പോൾ ഒക്കെ ആ വാളംപുളി കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതും ഏവർക്കും ഇഷ്ടപ്പെട്ട നല്ല ചോറിലൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സാധനം. അപ്പം നിങ്ങൾ ഓർക്കും, ഇപ്പം മുളകും പുളിയും ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് എരിവോ അല്ലെങ്കിൽ ഒരുപാട് പുളിയോ ഒക്കെ വരുമോ എന്നുള്ളത് നിങ്ങൾക്കൊരു സംശയമുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് എരിവുമില്ല, ഒരുപാട് പുളിയുമില്ല. അത്യാവശ്യത്തിന് എരിവും പുളിയും മറ്റുള്ള ഇൻഗ്രീഡിയൻറ്റും എല്ലാം കൂടി ആകുമ്പോഴത്തേനും ചോറൊക്കെ കഴിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ കപ്പയൊക്കെ കഴിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ പൊറോട്ട കഴിക്കണമെങ്കിൽ, എന്തൊക്കെ കഴിക്കണമെങ്കിലും അതിൻ്റെ കൂടെ ഇതൊരു അല്പം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞ എൻ്റെ വായ വെള്ളം വരുന്നത്. അപ്പോൾ ഈ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് ആ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ 2 ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒന്ന് ഇത്രത്തോളമുള്ള നമ്മുടെ പച്ചമുളക്. ഇതിൽ ഏത് പച്ചമുളകും നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതായത് നമ്മുടെ കാന്താരി മുളക് വരെ ഉപയോഗിക്കാം, ഒരു വിഷയമില്ല. ഓക്കെ, രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രത്തോളം നമ്മുടെ വാളം പുളിയാണ്, സാധാരണ നമ്മുടെ പുളി. ഓക്കെ, ഏകദേശം ഇത്രത്തോളം പുളി നമുക്ക് എടുക്കുക. ഒരു അംശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കുണ്ടാവും, ഇത്രയും പുളിയും അല്ലെങ്കിൽ ഇത്രയും മുളകൊക്കെ ആകുമ്പോൾ ഒരുപാട് എരിവൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പുളിയും ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പുളിയും ഉണ്ടാകത്തില്ല, ഒരുപാട് എരിവും ഉണ്ടാകത്തില്ല. എല്ലാം നല്ല രീതിയിൽ മാത്രം ഒരു കോമ്പിനേഷൻ വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉഗ്രൻ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പുളി എടുത്തിരിക്കുന്ന ഈ പുളിയിലേക്ക് നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രത്തോളം പുളി തന്നെ എടുക്കുക. അതിനുശേഷം ചെറു ചൂടുവെള്ളം ഇതുപോലെ നമുക്കൊഴിക്കാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇത് ശരിക്കും മെൽറ്റാവും. അപ്പോൾ അതിനുശേഷം നമുക്കിതാ ഇതുപോലെ ശരിക്കും കൈകൊണ്ട് ശരിക്കും ഞെരടിയെടുക്കുക. കാരണം ഇതിൻ്റെ അകത്ത് കുരുവൊക്കെ കാണുമല്ലോ, ആ കുരുവൊക്കെ ഒന്ന് മാറ്റി നമുക്കിതിൻ്റെ എസൻസ് മാത്രമായിട്ട് ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കുരുവൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളം നമുക്ക് കിട്ടും. നല്ല തിക്കായിട്ടുള്ളത് തന്നെ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മുളക് ചെറുതായിട്ട് നമുക്ക് പീസാക്കി എടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ മുളക് ചെറുതായിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഈ പുളിവെള്ളം ഇവിടെ നിങ്ങൾക്ക് കാണാം. പുളിവെള്ളം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി പോലെ തോന്നാം. അപ്പോൾ എന്നാൽ നേരത്തെ ഒരുപാട് തിക്കായതുകൊണ്ട് ഞാൻ ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. എങ്കിൽ പോലും നല്ല തിക്കാണ്. ഈ രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇതിൻ്റെ അകത്ത് കുരു പൂർണ്ണമായിട്ട് നമ്മൾ കളയുക, അത് മസ്റ്റാണ്. അത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴത്തേനും നമുക്ക്